മിസ് ചെയ്യില്ലേ? ഹാപ്പി ബർത്ത്ഡേ. ഹജ്ജിന് പോവാ. ഇനി എന്താ വേണ്ടത് നിനക്ക്? Twinkle twinkle traffic light on the corner shop. അപ്പോഴേ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. നിന്നെ കാണട്ടെ. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. എന്താണ്? അതേ അറിയുള്ളൂ. വേറെ സ്പെഷ്യാലിറ്റി ഒന്നും അറിയില്ല. പിന്നെ പറയാ വിചാരിച്ചു. അത് ഇപ്പാക്കി. അല്ലാത്തൊരു സ്പെഷ്യൽ ഡേ അമ്മൻ്റെ കടക്കാൻ പോവാ. ഇവർക്ക് ഇതൊക്കെയാണ് സ്പെഷ്യല്. ഇന്നത്തെ വേറൊരു സ്പെഷ്യാലിറ്റിയും ഇല്ല ഇന്നത്തെ ഡേക്ക്. ഇതെന്തിനാ അയച്ചു എനിക്ക് ഗിഫ്റ്റ് തന്നത്? ഇപ്പഴെല്ലാം കഴിഞ്ഞ ഏറ്റവും അവസാനമാണ് ഓർമ്മ വന്നത്. ഏപ്രിൽ 25th. എന്റെ കാലൊടിയുന്നു ഇങ്ങനെ ഇരുന്നിട്ട്. അപ്പൊ എനിക്ക് അയച്ചു ഇപ്പൊ അയച്ചു എനിക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റാണ്. ഒരു എന്തൊക്കെയോ കുറച്ച് സാധനം. അപ്പൊ ഒരെണ്ണം അവനെടുത്ത് എന്റെ കണ്ണിൽ വെച്ച് തന്നു. ഗൈസ്, കണ്ണിൽ കുരുവന്ന പോലെ ഇല്ലേ? അപ്പൊ ശരി, ഞങ്ങള് ആക്ച്വലി അമ്മ ഹജ്ജിന് പോവാ. അമ്മ ഹജ്ജിന് പോവാണ്. ഞാൻ ഇത്ര ദിവസം നിങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ല. അപ്പോൾ അമ്മക്കൊരാഗ്രഹം, ഒരു ദിവസമെങ്കിലും ഞാൻ അവിടെ പോയി അമ്മൻ്റെ കൂടെ നിൽക്കണം, താമസിക്കണം എന്ന്. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം അമ്മക്ക് വേണ്ടി ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് അല്ലേ? കുട്ടികൾ അവിടെ പോയിട്ട് നിൽക്കലൊന്നുമില്ല. ഇവിടെ തന്നെ ഒന്ന് ഇരിക്കും. ഇവിടെ ഒന്നിട്ട് നീ അവിടെ കണ്ടോണ്ടല്ലേ നിൽക്കും. ക്യാമറയുടെ ഉള്ളിൽ കയറി നിൽക്കും. ഇവിടെ ഇങ്ങനെ നിന്നാൽ മതി. കൂടുതൽ കാണണ്ട. ഓക്കെ? എല്ലാവർക്കും അവരവരെ കാണണം. അപ്പൊ ശരി, അവിടെ പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണിക്കാം കേട്ടോ. അമ്മക്ക് ഭയങ്കര ടെൻഷനും സങ്കടവും ബേജാറും ഒക്കെയാണ്. എന്നെ എന്തോ ഒരു 2 വയസ്സ് കുട്ടീനെ പോലെ വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഇരിക്കുന്നത്. അപ്പൊ എന്നെ വിട്ടിട്ട് പോകുമ്പോ ചെറിയ കുഞ്ഞു കുട്ടികളൊക്കെ വിട്ടിട്ട് പോണ പോലെ ഒരു ഫീലാണ് എന്നൊക്കെ പണ്ട് കൊറേ മാസമായി ഇതന്നെ പറഞ്ഞോണ്ടിരിക്കണത്. അപ്പൊ അമ്മക്ക് അപ്പൊ ശരി, ബാക്കിയുള്ള എന്തൊരു സാമർത്ഥ്യം അടി ചൊല്ലിപ്പിടി ഉമ്മത്തൊക്കെ. തുപ്പിരണ്ട. അപ്പൊ ശരി, നമുക്ക് അവിടെ പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. താത്തണ്ട് കേട്ടോ ബാക്കില്. കുറേ ദിവസമായിട്ടുള്ള മറ്റൊരു സന്തോഷമാണ് അതിൻ്റെ കൂടെ ഒരു ആവലാതിയും കൂടിയായിരുന്നു കേട്ടോ. അമ്മ ഹജ്ജിന് പോവാണ് എന്നുള്ളത്. കാരണം ആകെയുള്ള ഒരാശ്വാസം എന്ന് പറയുന്നത് ചിലപ്പോൾ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ മെല്ലെ ഇറങ്ങും. ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ഓൺലൈൻ പർച്ചേസിന് സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങിയിട്ട് ചിലപ്പോൾ അങ്ങനെ അമ്മേൻ്റെ കൂടെ പോയിരുന്ന് എന്തെങ്കിലുമൊക്കെ കുറച്ച് നേരം സംസാരിച്ച് അല്ലെങ്കിൽ കുറച്ച് നേരം അങ്ങനെ ഇരുന്നിട്ടൊക്കെ വരും. ഇനിയിപ്പോൾ അമ്മ ഹജ്ജിന് പോയി കഴിഞ്ഞാൽ 1.5 മാസം ആ ഒരു സംഭവം ഉണ്ടാവില്ലല്ലോ. അപ്പം അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മ ഈ വരുന്ന, അതായത് കഴിഞ്ഞ 27th അമ്മ പോവാണ് കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം, കൂടുതലൊന്നുമില്ല. അവിടുന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്തൊന്നും മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ദുആ വേണം. ആയുസ്സോടുകൂടിയും ആരോഗ്യത്തോടു കൂടിയും എല്ലാ ഇബാദത്തും കറക്റ്റായിട്ട് ചെയ്ത് തിരിച്ചു വരാനും വേണ്ടിയിട്ട്, അതേപോലെ പ്രാർത്ഥിക്കാൻ പറയുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഇതേതുപോലെ എന്തെങ്കിലുമൊക്കെ അമ്മ അങ്ങനെ എടുത്തു തരും. അപ്പോൾ എനിക്ക് കുറച്ച് നട്ട്സ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതേ കുറച്ച് താത്താക്കും കൊണ്ട് കൊടുത്തു. പിന്നെ പറഞ്ഞ പോലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. പെട്ടെന്ന് കുട്ടികളിങ്ങനെ കയറി വന്നതാണേ. താങ്ക് യു. ചെടിയും കൊടിയുങ്ങളുള്ള ഒരു ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. Thank you so much. Thank you, thank you.
happy birthday. താങ്ക് യു. ഒരു സർപ്രൈസ് ആയിട്ട് പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞാണ്. അപ്പം ഞാൻ തരുന്ന ഒന്നും കൂടെ പറയുന്നോണ്ട് ക്യാമറ എടുത്തതാ. ഇതെന്തൊരു ചെരുപ്പ് എടുത്തിട്ട് താങ്ക് യു. താടാ 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 നീയെ കൊണ്ടുപോട്. അവന് നാണം വന്ന്. ചുക്ക് എന്ത് പറ്റി ചുച്ചു? അമ്മ എങ്ങോട്ട് പോണ പറഞ്ഞിട്ടാണ്? ചിച്ചു ഇങ്ങോട്ട് നോക്ക്. എങ്ങടാ അമ്മ പോണ? അതിനെന്തിനു നീ കാര്യം? അപ്പുറത്തെ റൂമിൽ നിന്ന് രണ്ടാമത്തെ ആങ്ങളുടെ മോള് സയ്യം കരയാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ചുച്ചുക്കുട്ടിയും കരയാൻ തുടങ്ങി. അമ്മാനെ മിസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. പിന്നെ അതിന് ശേഷം ഫുഡ് കാര്യങ്ങളൊക്കെ ദേ ബിരിയാണിയാണ് വെച്ചിട്ടുള്ളത്. ഞങ്ങളും കൂടി ഉണ്ടല്ലോ. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് കരച്ചിലൊക്കെ അവിടെ നിൽക്കട്ടെ. ചുച്ചുക്കുട്ടിക്ക് ട്യൂഷൻ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവളുടെ ട്യൂഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ദേ ബിരിയാണി നല്ല അടിപൊളി പാലക്കാടൻ മട്ടൻ ബിരിയാണി, ചില്ലി ചിക്കൻ പൊരിച്ചതും ഒക്കെ ആയിരുന്നു. പിന്നെ നമ്മുടെ റനക്കുട്ടി ഇല്ല കേട്ടോ. അപ്പോൾ റനക്കുട്ടി എന്തൊക്കെ വിളിച്ച് പറയുമ്പോൾ അവൾക്ക് സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ദേ ചുച്ചുവിൻ്റെ ക്ലാസ് കാണാവേ. Red means stop, green means go, yellow means drive very slow. Twinkle, twinkle, traffic light on the corner shining bright. Okay, very good. ഇത് പുതിയ സോങ്ങുകളാണ് നാം കേട്ടിട്ടേ ഇല്ല. Thank you. ഇത്രയും തിരക്കിനിടയിലും എനിക്ക് ആകെയുള്ളൊരു സമാധാനം എന്ന് പറയുമ്പോൾ ചുച്ചുക്കുട്ടീൻ്റെയൊക്കെ ഈ ഒരു ഇൻ്റർവെല്ലിൻ്റെ ട്യൂഷനാണ് കേട്ടോ. ഇതിപ്പോൾ ചുച്ചുക്കുട്ടി ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ട്യൂഷനാണ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടിപൊളിയാണ്, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമുക്കിപ്പോൾ നമ്മുടെ തിരക്കിൻ്റെ ഇടയിൽ മക്കളെ ശ്രദ്ധിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ഇതുപോലെ അവരിരുന്ന് അവരെ ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിലും വെൽ എക്സ്പീരിയൻസ്ഡ് ട്യൂട്ടേഴ്സാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അവൾ ഇതേ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മുടെ കൺവീനിയൻറ്റ് ടൈമിൽ കുട്ടികൾക്ക് ട്യൂഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അതേപോലെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള അറ്റൻഷനാണ് കൊടുക്കുക. അതായത് നമ്മുടെ കുട്ടീൻ്റെ കഴിവ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു അസസ്മെൻറ്റ് ടെസ്റ്റ് ഇവർ ആദ്യം നടത്തും. അതിന് ശേഷം നമ്മുടെ മക്കൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി അവർ ഏതിലാണ് വീക്ക്, അവർക്ക് എവിടെയാണ് പ്രോബ്ലം എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ഇവർ ക്ലാസ് റൂം ഇതുപോലെ ട്യൂഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുപോലെ കസ്റ്റമൈസ്ഡ് പാറ്റേൺസ് ഓഫ് ക്ലാസ് ആണ് അവർ കൊടുക്കുന്നത് കേട്ടോ. അതായത് നമ്മുടെ മക്കളുടെ ഇതിനനുസരിച്ചിട്ടായിരിക്കും ഇവരുടെ നോട്ട്സ് കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. അതുപോലെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ നല്ല സപ്പോർട്ടാണ്. ഫുൾ ടൈം ഏത് ടൈമും നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ട്യൂട്ടേഴ്സ് കറക്റ്റായിട്ട് അത് അവർ ചെക്ക് ചെയ്യും. മെൻറ്റർ സപ്പോർട്ട് ഉണ്ടാവും. അതേപോലെ ഡെമോ ക്ലാസ്സസ് ഉണ്ടാവും കേട്ടോ. ഫസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഡെമോ ക്ലാസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്കിതിൽ ജോയിൻ ചെയ്താൽ മതി. പെട്ടെന്ന് അങ്ങോട്ട് കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കുട്ടികളെ ജോയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതല്ല. ആ ഡെമോ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുക. അതേപോലെ ഇവർ കുട്ടികൾക്ക് ഒരു അക്കാഡമിക് കാലണ്ടർ ആദ്യം തന്നെ ഉണ്ടാക്കും. അവർക്ക് ഏതൊക്കെ സമയത്ത് എങ്ങനെയൊക്കെയാണ് അവരുടെ കാര്യങ്ങൾ അതിനനുസരിച്ചിട്ടായിരിക്കും പിന്നീടുള്ള ട്യൂഷൻ ക്ലാസ് ഉണ്ടാവുക. പിന്നെ കുട്ടിയും ടീച്ചറും മാത്രം ഉള്ളതുകൊണ്ട് അവർക്ക് ഭയങ്കര കംഫർട്ടബിളാണ് കേട്ടോ. അപ്പോൾ ചുച്ചുക്കുട്ടിയൊക്കെ പഠിക്കുമ്പോൾ അവൾക്കൊരു മടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ മാമിൻ്റെ അടുത്ത് പെട്ടെന്ന് ചോദിക്കാം, അതുപോലെ ഡൗട്ട് ക്ലിയർ ചെയ്യാം, എല്ലാം ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സാംസ് ഇവർ കണ്ടക്ട് ചെയ്യും. നമ്മളിപ്പോൾ സ്കൂളിൽ എങ്ങനെയാണോ അവർക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെ. പിന്നെ ചാപ്റ്റർ വൈസ് എക്സാംസും ഉണ്ടാവും. പിന്നെ അതുപോലെ വന്നിട്ട് ഓരോ ടേംസ് എക്സാം ഇത് ഓരോ ടേം കഴിയുമ്പോഴും എക്സാം കാര്യങ്ങളും ഒക്കെ ചാപ്റ്റർ വൈസിലോ എല്ലാം ചെയ്തിട്ട് പക്ക അവരെ നമുക്ക് അങ്ങോട്ട് റെഡിയാക്കിയിട്ട് അങ്ങോട്ട് തരും. നമുക്ക് ടെൻഷൻ്റെ ആവശ്യമില്ല. പിന്നെ പ്രോഗ്രസ് റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മളിപ്പോൾ മക്കൾ ഏതുവരെ ആയി, അവരുടെ ഇമ്പ്രൂവ്മെൻ്റൊക്കെ എങ്ങനെയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള പാരൻസ് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മുടെ മക്കളുടെ വളർച്ചയും കാര്യങ്ങളൊക്കെ നമുക്ക് ടീച്ചേഴ്സിനോട് നേരിട്ട് ചോദിക്കാനും ഒക്കെ പറ്റും. പിന്നെ ഇവരുടെ എക്സാം ടൈമിലൊക്കെ അവർക്ക് പഠിക്കാൻ ഈസി ആവാനും ഒക്കെ വേണ്ടിയിട്ട് ഷോർട്ട് നോട്ട്സ് വർക്ക്ഷീറ്റ്സ് ക്വസ്റ്റ്യൻ ബാങ്ക്സ് അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ അവർ പ്രിപ്പയർ ചെയ്ത് കൊടുക്കും.
സോ ഇവർക്ക് എക്സാമൊക്കെ ആകുമ്പോഴേക്കും വെൽ പ്രിപ്പയർഡ് ആയിരിക്കും നമ്മുടെ കുട്ടികൾ. പക്ക നമുക്കൊരു ടെൻഷനോ കാര്യങ്ങളോ ഇല്ലാതെ അവർക്കും ഭയങ്കര കോൺഫിഡൻസോടുകൂടെ ക്ലാസ്സസൊക്കെ അറ്റൻഡ് ചെയ്യാനൊക്കെ പറ്റും. ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ കുട്ടികൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. പിന്നെ ഇത് മാത്രമല്ല, മോളിപ്പോൾ ക്ലാസ് റൂം കോഴ്സാണ് അറ്റൻഡ് ചെയ്യുന്നത്. നമ്മുടെ കുട്ടികൾക്ക് ഫൗണ്ടേഷനിൽ എന്തെങ്കിലുമൊക്കെ ബേസിക് ആയിട്ട് ഇപ്പോൾ മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് ഇതിന് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ട് ലാംഗ്വേജസിൽ എന്നുണ്ടെങ്കിൽ അവർക്ക് ഫൗണ്ടേഷൻ കോഴ്സും ചൂസ് ചെയ്യാൻ പറ്റും. അവരുടെ ബേസിക് ആയിട്ടുള്ള ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു അസസ്മെൻറ്റ് ടെസ്റ്റിലൂടെ അവർ കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ച് ഇവരുടെ ഇപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അവർ ക്ലാസ് എടുക്കുക. അതിപ്പോൾ എല്ലാ സിലബസിലും CBSE ആണെങ്കിലും ICSE ആണെങ്കിലും സ്റ്റേറ്റിനാണെങ്കിലും ഒക്കെ ഇവർ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ടിട്ട് 12th വരെയുള്ള കുട്ടികൾക്ക് ഫൗണ്ടേഷൻ കോഴ്സ് ഇവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. 1-on-1 സെക്ഷനാണ്, അതായത് ടീച്ചറും കുട്ടിയാണ് ഉണ്ടാവുക. ഇപ്പോൾ മലയാളം, മാത്സ്, ഇംഗ്ലീഷ്, സയൻസിൽ ഇതിനൊക്കെ ഫൗണ്ടേഷൻ കോഴ്സ് കിട്ടും. അതുപോലെ കസ്റ്റമൈസ്ഡ് ക്ലാസ്സസ് ആണ് അവൈലബിൾ ആയിട്ടുണ്ടാവുക. ഫ്രീക്വൻ്റ് ആയിട്ട് അവർ ഓരോ കാര്യങ്ങളും ഇവാലുവേഷൻ ചെയ്യും. അതുപോലെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള എക്സാംസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവർക്ക് എഴുതാനോ വായിക്കാനോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ആക്കി കൊടുക്കുന്നതാണ് കേട്ടോ. പിന്നില്ലേ ഫൗണ്ടേഷൻ വന്നിട്ട് അവർ ഫ്രിഞ്ചിലും ഇപ്പോൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വർക്ക്ഷീറ്റ്സ്, ക്വസ്റ്റ്യൻ ബാങ്ക്സ് അതൊക്കെ പ്രാക്ടീസ് ചെയ്യാനും വേണ്ടിയിട്ട് അതൊക്കെ റെഡിയാക്കി കൊടുക്കും. അതുപോലെ ഡിജിറ്റൽ ടൂൾസ്, അതായത് ലൈബ്രറി കുട്ടികൾക്ക് വായിക്കാൻ അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. അതുപോലെ പ്രീ അസസ്മെൻറ്റ് ആൻഡ് പോസ്റ്റ് അസസ്മെൻറ്റും അവർ ചെയ്യുന്നുണ്ട്, മുമ്പും പിമ്പും കുട്ടികളുടെ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഏറ്റവും ലാസ്റ്റ് കുട്ടികൾ ഏത് ലെവലിൽ ആണ് ഫസ്റ്റ് വന്നതിനേക്കാളും അവരുടെ മാറ്റം എന്താണെന്നുള്ളതും കൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ ക്ലാസ്സൊക്കെ നല്ല എൻഗേജ് ആക്കി നടത്താൻ വേണ്ടിയിട്ട് കുറേ ആക്ടിവിറ്റീസ് കാര്യങ്ങൾ ഒക്കെ കുട്ടികൾ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്താ പറയുക, മൊത്തത്തിലൊരു സ്റ്റഡീസ് എന്ന് മാത്രമല്ല മൊത്തത്തിലുള്ളൊരു ഡെവലപ്മെൻറ്റ് നമ്മുടെ മക്കൾക്ക് അവർ ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സിലൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ മക്കൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വീക്കായിട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ ജോയിൻ ചെയ്യിപ്പിക്കാം. അവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്ക്, ഒരു അസസ്മെൻറ്റ് ടെസ്റ്റ് എടുത്ത് നോക്ക്, എന്നിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാമല്ലോ മക്കൾക്ക് ഈ ഒരു കോഴ്സ് കൊടുക്കണോ വേണ്ടേ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായോ? ഇഷ്ടമായി. താങ്ക് യു സോ മച്ച്. ഓക്കെ, നാളെ കാണാം. ഓക്കെ, ബൈ. അമ്മക്ക് എങ്ങോട്ടും അങ്ങനെ ഒറ്റയ്ക്ക് പോയിട്ടുള്ള ശീലമൊന്നുമില്ല കേട്ടോ. ഒരു ഡോക്ടറടുത്ത് പോവാണെങ്കിലും ഒരു സാധനം വാങ്ങാൻ പോവാണെങ്കിലും ഒക്കെ ആരെങ്കിലുമൊക്കെ വേണം. പിന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കംഫർട്ടബിളാണ്. ഇപ്പം എന്നെ കിട്ടാത്തതുകൊണ്ട് പിന്നെ മരുമക്കളും ഒക്കെ ആയിട്ടാണ് ഇങ്ങോട്ടേക്കും പോവുക. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് പോകേണ്ട ഒരു സിറ്റുവേഷൻ. ഒറ്റയ്ക്ക് മീൻസ് അതായത് അമ്മാൻ്റെ കൂടെ ഇപ്പം ഞങ്ങൾ ആരും ഇല്ലാതെ പോകുന്ന ആ ഒരു അവസ്ഥ. അപ്പോൾ ആൾക്ക് അതിൻ്റെ ഒരു നല്ല ബേജാറ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് അമ്മ എപ്പോഴും വാരിത്തരും. അതൊരു പ്രത്യേക ടേസ്റ്റും ഒരു സുഖമാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ ഫുഡ് കഴിക്കണമെങ്കിൽ അമ്മ എനിക്ക് വാരിത്തരണം. പിന്നെ പാവം ആ തിരക്കിൻ്റെ അടിയിൽ കൂടെ വന്നിട്ട് എനിക്ക് ബിരിയാണി വാരിത്തരുമായിരുന്നു കേട്ടോ. കുറേ പാക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്കും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ ഇവർ. കാരണം പാക്ക് ചെയ്യുന്നത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരമാവണമെങ്കിൽ വീഡിയോയിലിട്ടോ എന്തൊക്കെ സാധനം എടുക്കണം എന്നുള്ളത്. കാരണം നമുക്ക് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് പറ്റുവാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിലേറ്റം ഞാൻ കാണിക്കാം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഫംഗ്ഷൻ ആക്ച്വലി നമ്മളല്ല ചെയ്യുന്നത്, എൻ്റെ എളാപ്പാൻ്റെ മോനും അതായത് എൻ്റെ കസിൻ അനിയനും കൂടെ പോകുന്നുണ്ട്. അപ്പോൾ അവരുടെ അവിടെ ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനും പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് വന്നിട്ട് ഇവിടുത്തെ താത്തയാണ്, അമ്മാനെ ഹെൽപ്പ് ചെയ്യുന്ന താത്തയാണ്. അപ്പോൾ താത്താക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മാനെ, അങ്ങോട്ടും അതുപോലെ തന്നെ. അപ്പോൾ അവർ കെട്ടിപ്പിടിച്ച് കരച്ചിലും യാത്ര പറച്ചിലും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹയാൻകുട്ടൻ മുടി വെട്ടിയിട്ട് വന്നിട്ടുണ്ട്. ആ ക്ലിപ്സ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ അവനെ വിളിക്കുന്നുണ്ട്, വാടാ നോക്കട്ടെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. നിന്നിട്ട് ഹയാൻ നോക്കട്ടെ. കണ്ണാടി ഞങ്ങളെല്ലാവരും അപ്പോൾ അമ്മാൻ്റെ ഇന്നത്തെ ഹജ്ജ് ഫംഗ്ഷന് പോവാണല്ലേ. പുതിയ ഡ്രസ്സൊക്കെ
എൻ്റെ ചിച്ചുക്കുട്ടീനെ കണ്ടോ? എൻ്റെ സുന്ദരി കുട്ടീനെ അല്ലേ? എളാപ്പാൻ്റെ മോനും ഇങ്ങനെ ഹജ്ജിന് പോകുന്നുണ്ട് കേട്ടോ. അവർ രണ്ടുപേരും സെയിം ഗ്രൂപ്പിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ അവിടെ അതിൻ്റെ ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു, എല്ലാവരെയും വിരുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് ഞങ്ങളും എല്ലാവരും കൂടെ പോയി. അപ്പോൾ എല്ലാം ഫാമിലി ഒന്ന് തന്നെയല്ല. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരെയും അമ്മാക്കും കണ്ട് ഒന്നും കൂടെ യാത്ര പറയാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ദേ മക്കളൊക്കെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. അവരും ദേ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ദേ നമ്മൾ എല്ലാവരുമായിട്ടും കുറച്ച് നേരം ഒന്ന് സംസാരിച്ചൊക്കെ ഇരുന്നു. അമ്മ അങ്ങനെ എല്ലായിടത്തും യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നേരിട്ട് കുറേ പേരിനെ കാണാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മളൊരു 10:30 എന്തോ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഇറങ്ങിയത്. അപ്പോൾ ലാസ്റ്റ് ഞാനിങ്ങനെ നോക്കി നിൽക്കുന്നത് ഹയാൻ നല്ല ആക്റ്റീവായിട്ട് അവിടുത്തെ മൊത്തം ഓരോ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഹയാൻ ഇങ്ങനെ ആക്റ്റീവായിട്ട് എല്ലാവരെയും കൂടെ ഇടപഴകി ഇങ്ങനെ നിൽക്കുന്നതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരെയും കണ്ടിങ്ങനെ ഇതായി കഴിഞ്ഞാൽ അവൻ ഭയങ്കര ആക്റ്റീവായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഫുള്ളും ചിലപ്പോൾ ആരുമായിട്ടും മിണ്ടാതെ ചിലപ്പോൾ സ്ക്രീന് മാത്രം നോക്കിയിരിക്കും. അപ്പോൾ അത് കണ്ടപ്പോൾ ജസ്റ്റ് അങ്ങനെ വീഡിയോ എടുത്തു. അന്നത്തെ ദിവസം കംപ്ലീറ്റ് അവൻ നല്ല ആക്റ്റീവായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിതേ യാത്ര പറഞ്ഞ് ഇറങ്ങാനായിട്ട് നിൽക്കല ഇറങ്ങി. പിന്നെ അതിന് ശേഷം രാത്രി വന്നിട്ട് അമ്മക്ക് കുറേ മരുന്നുകളുണ്ട് കേട്ടോ. അതൊക്കെ 3 ദിവസത്തിന് വേറെ സെപ്പറേറ്റ് ഒരു ഇതിലാക്കി വെക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആക്കുകയാണ്. എനിക്ക് ഈ സമയത്തൊക്കെ തീരെ സുഖമില്ലായിരുന്നു. അതെന്താണെന്നുള്ളത് ഞാൻ പറയാം. നല്ല വയ്യാതെ ബെഡിൽ തന്നെ കിടക്കുകയായിരുന്നു. അതുകൊണ്ട് പിന്നെ എനിക്ക് കാര്യമായിട്ടൊന്നും ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ല. ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് എണീറ്റ് നോക്കും, പിന്നെയും അങ്ങനെ കിടക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഇൻഷാ അല്ലാഹ്. ബൈ ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യണം കേട്ടോ.